പ്രിയപ്പെട്ടവരെ, ഉച്ച കഴിഞ്ഞുള്ള സമയം ചോദ്യോത്തരത്തിന് സമയമായിട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. Beloved ones, the question answer session is always very good in the afternoon. കാര്യം നമ്മളല്ലെങ്കിൽ ഉറങ്ങിപ്പോകാനൊരു സാധ്യതയുണ്ട്. Otherwise there are chances that we may go in sleep. നമുക്ക് ഈ ചോദ്യങ്ങൾ, ഒരു കെട്ട് ചോദ്യങ്ങളും അതിൻ്റെ പിന്നിൽ ഞാനുമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ വേണ്ട. ഇതിൻ്റെ എല്ലാം ഉത്തരം അറിയാവുന്ന ഒരാളാണ് ഈ ചോദ്യങ്ങളുടെ പിന്നിൽ നിൽക്കുന്നത് എന്ന് വിചാരിക്കേണ്ട. Now when you see a bunch of question papers and then you see behind me standing behind all these questions, don't be under the impression that I know all the answers here. അപ്പം നമുക്ക് ഈ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. Let's look at the questions one by one. ഈ ചോദ്യങ്ങളിൽ പലതും നമ്മൾ നമ്മുടേതായ ഒരു തലത്തിൽ ഉത്തരം കണ്ടെത്തേണ്ടതായ ചോദ്യങ്ങളാണ്. Now all these questions we have to find answers of all these in our own realm. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിലെ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. Many a time we see in Christian life it is also like this. നമ്മൾ ഈ കാര്യങ്ങൾ പുറത്തു നിന്ന് നമുക്ക് ചിലർ പറഞ്ഞു തരുന്നു. Many a time others might tell a lot about these from outside. എന്നാൽ അതിനെ ആന്തരികമായിട്ട് എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കി തീർക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരിടമാണ്. But how to inwardly find the solution of all this is something that we individually have to find out. നമ്മൾ പൊതുവായ ചില കാര്യങ്ങൾ പറയുന്നു, അതിനെ നമ്മുടേതായ ഒരു തലത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Now generally we find a solution to this and that we translate it, that's all. നമ്മൾ ഒന്നാമത് ഇവിടെ കാണുന്ന ഒരു ചോദ്യം, ജലസി, അതായത് അസൂയ എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. അതെ, തീർച്ചയായിട്ടും അതെ. Jealousy is a battle. പ്ലീസ് അഡ്വൈസ് ഓൺ ഹൗ ടു ഓവർകം ദിസ്. അതിനെ എങ്ങനെ മറികടക്കാൻ ഒക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ എങ്ങനെ പറയും, ഇംഗ്ലീഷിലും പറഞ്ഞല്ലോ. ജലസി ഈസ് എ ബാറ്റിൽ, പ്ലീസ് അഡ്വൈസ് ഓൺ ഹൗ ടു ഓവർകം ദിസ്. നമുക്ക് ബൈബിളിൽ നിന്ന് നമുക്കൊരു വാക്യം നോക്കാം. നമ്മൾ 1 തിമോത്തിയോസ് 6-ാം അധ്യായം, We turn to 1 Timothy chapter 6. അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ ഇടയ്ക്ക് വായിക്കുകയുണ്ടായി. We read already verse 4. അവിടെ നമ്മൾ കാണുന്നത്, മലയാളത്തിൽ അതത്ര വ്യക്തമല്ല, തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു, അവയാൽ അസൂയ, ശണ്ഠ, ദുസംശയം, ദൂഷണം ഇങ്ങനെയുള്ളത് ഉളവാകുന്നു എന്നാണ് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്. As in Malayalam it is read that, I'll read the English part. He is conceited and understands nothing. He has an unhealthy interest in controversies and quarrels about words that result in envy, strife, malicious talk, evil suspicion. ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിൽ ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഹീ ഈസ് ബ്ലൈൻഡഡ് വിത്ത് പ്രൈഡ്. ഹീ ഈസ് ബ്ലൈൻഡഡ് വിത്ത് പ്രൈഡ്. അവന് നിഗളം മൂലം അവന് അന്ധനായി തീർന്നിരിക്കുന്നു. In the King James version it is written as he is blinded with pride. എന്നിട്ട് ഔട്ട് ഓഫ് വിച്ച് എൻവി, സ്ട്രൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. Out of which all these fruits come out of the pride. അപ്പോൾ നമ്മൾ ജലസി, അസൂയ അതെങ്ങനെയാണ് ഒഴിവാക്കാനായിട്ട് ഒക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു വൃക്ഷത്തിൻ്റെ ഫലങ്ങളല്ല പറിച്ചു കളയേണ്ടത്. Now if you have to find out a solution how to remove jealousy, you know that you should not remove the fruits out of a tree to get good ones. അസൂയ എന്ന് പറയുന്നത് ഒരു ഫലം മാത്രമാണ്. അത് തുടങ്ങുന്നത് നിഗളത്തിൽ നിന്നാണെന്നാണ് ഇവിടെ പറഞ്ഞത്. Jealousy is just a fruit and it starts from pride as it is written here. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നിഗളമാണ് വൃക്ഷം, അതിലുണ്ടാകുന്ന ഒരു ഫലം മാത്രമാണ് അസൂയ എന്ന് പറയുന്നത്. And then we can know that pride is the tree and the fruit is jealousy. നമ്മൾ കേവലം അതിൻ്റെ ഫലങ്ങൾ മാത്രം, അസൂയയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ കാര്യമായില്ല. Now there is we come to nothing when we concentrate only on the fruit of the tree, that is jealousy. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു അസൂയ കാണുമ്പോൾ നമ്മൾ അവിടെ അല്ല അത് തുടങ്ങേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ഒരു നിഗളമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. So we should not start on jealousy that we find in ourselves, but we should go back and see that once there was pride in us and it has grown into jealousy. നമ്മൾ ചിലപ്പോൾ അസൂയപ്പെടുന്ന ഒരു രംഗത്ത് നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും നിഗളമില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. Generally when we scan ourselves we feel that we don't have that kind of pride in ourselves.
അതായത് നിഗളമെന്ന് പറയുന്നത് നമ്മളൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴേക്ക് നോക്കുന്നു എന്നുള്ള നിലയിലാണ് നിഗളത്തെ നമ്മൾ കാണുന്നത്. Now we can draw pride as standing on a higher platform and looking down on others. എന്നാൽ അസൂയയിൽ എപ്പോഴും എന്താ, താഴെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുന്നതാണ്. But jealousy can be put like this, that we stand down and look upwards. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അസൂയയുടെ കാരണം നമുക്കൊരാളോട്, സഭയിലുള്ള ഒരാളോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരാളോട് അസൂയ തോന്നുന്നത് നമ്മളൊരു നിഗളത്തിൽ നിന്നല്ല, നമ്മളുടെ താഴ്മയിൽ നിന്നാണ് നമുക്ക് അദ്ദേഹത്തോട് നിഗളം തോന്നുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. So many a time when we compare ourselves with others or a brother in the church, we may find that we stand in a lower platform of jealousy and look at him, and we consider that as a part of humility that we are in. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ താഴ്മയെന്ന് പറയുന്നത് എന്താ? But then brothers, what is real humility? യഥാർത്ഥ താഴ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അത് തൃപ്തിയോടെ അംഗീകരിക്കുന്നതാണ് ഒരളവിലെ താഴ്മ. Now it is an acceptance of our own reality in the platform that we are in, that is humility. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അസൂയയുടെ പ്രശ്നം വരുന്നില്ല. For such a person there is no jealousy found in him. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എനിക്കില്ലാത്ത ഒരു കാര്യം മറ്റൊരാൾക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അസൂയപ്പെടുമ്പോൾ ഞാൻ താഴെ നിന്നാണ് മുകളിലേക്ക് നോക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ സത്യത്തിൽ അതിൻ്റെ വേര് കിടക്കുന്നത് നിഗളത്തിൽ തന്നെയാണ്. But when we compare ourselves with others and when we think that we look from down and look up unto him and we say that we are humble, but actually the root of it starts from up above of pride. നമ്മൾ നിഗളത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. So then there is has to be a revolutionary change in the concept of pride in ourselves. നമുക്ക് ഈ കാര്യത്തെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. So we can conclude like this, I think. നമ്മളുടെ ഒരു അസൂയ, അങ്ങനെ ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ അസൂയയ്ക്ക് പിന്നിൽ ഞാൻ വലിയൊരു തലത്തിലേക്ക് എത്താനായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, അത് എൻ്റെ നിഗളത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിയണം. So behind the mask of jealousy, I have a hidden pride in myself, in my innermost being, where I want to climb up and become something or someone. ആദ്യത്തെ പാപം ലൂസിഫറിനുണ്ടായതും ഇത് തന്നെയാണല്ലോ. The first sin that Lucifer had is also like this, isn't it? ലൂസിഫർ ദൈവത്തിൻ്റെ ഒരു ദൂതനായിരുന്നു, താൻ മറ്റ് ദൂതന്മാരുടെ മുകളിലായിരുന്നു, തനിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ടായിരുന്നു. Now Lucifer was ordained to be above all the angels and look after and be a leader and had control over everything. എന്നാൽ ഇതിനെല്ലാം ഉപരിയായിരുന്നു, അവന് മുകളിലായിരുന്നു ദൈവത്തിൻ്റെ സിംഹാസനം. And God's throne was way above him, looking unto all these things. അവൻ എന്ത് ചെയ്തു? അവൻ ആ താഴെ നിന്നുകൊണ്ട് മുകളിലുള്ള ദൈവത്തിൻ്റെ സിംഹാസനത്തെ കണ്ടു. So now what Lucifer did was he remained in his own level and he started looking at God's throne. എന്നിട്ട് അവന് തീരുമാനിച്ചത് എന്താ? അവൻ്റെ നിഗളം എന്തായിരുന്നു? ഞാൻ ഈ സിംഹാസനത്തിൽ കയറും എന്ന് പറഞ്ഞ് അങ്ങനെ വന്നപ്പം അവനിൽ ആരംഭിച്ച ആ പാപം, ആദ്യത്തെ പാപം നിഗളമായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. So now standing where he was, he wanted to climb up and become like God and occupy God's throne, and there originated the first sin of pride in him. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അസൂയ എന്ന് പറയുന്നത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പം ഫലത്തിൽ അത് നിഗളം തന്നെയാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും സമയമെടുത്തത്. So I took so long to explain that. When we think that we are standing on a lower platform and looking up unto others and having jealousy, it is pride in itself. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ നിന്നൊരു ഭാഗം നേരത്തെ വായിച്ചല്ലോ. We read from Acts the Apostles chapter 17 earlier. അതൊരു വലിയൊരു തത്വമാണ് പൗലോസ പറയുന്നത്. It is a big principle that Paul says. താൻ അവിടെ പറയുന്നത് ദൈവം നമുക്ക് ചുറ്റും കാലത്തിൻ്റെയും സമയത്തിൻ്റെയുമായ ഒരു പരിമിതി ഉണ്ടാക്കിയിരിക്കുന്നു. It says that God has made and drawn out a boundary of time and limitations for us. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റും വരച്ചിരിക്കുന്ന ഒരു വൃത്തമാണ്. As I had told you earlier, that it is a circle that God has drawn around us. ദൈവം നമ്മളെ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിക്കാനായിട്ട് വെച്ചു, ഒരു പ്രത്യേക
സാമ്പത്തിക സൗകര്യങ്ങളുടെ പരിമിതിക്കകത്ത് നിൽക്കാനായിട്ട് ദൈവം വെച്ചു. And God has allowed that we will be born into a particular family with certain kind of financial restrictions. നമുക്ക് തന്ന ബന്ധുക്കൾ ഒരു പ്രത്യേകതരം ആളുകളാണ്. അതിനകത്താണ് ദൈവം നമ്മളെ കൊണ്ടുവന്ന് വെച്ചത്. And the relatives he gave us is a particular kind of people where he has actually placed us. അപ്പോൾ അതിനെ നമുക്ക് ചുറ്റും വരച്ചിരിക്കുന്ന ഒരു വൃത്തമായി കാണുക. So we have to see that boundary as though God has drawn it for us. ആ വൃത്തത്തിനുള്ളിൽ ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ അതിനെ അംഗീകരിച്ച് അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. And what God intends from us is that we remain inside the boundary line and we look into ourselves the way how we live within it. കണ്ടോ, അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ. ഇതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. 17 അപ്പോസ്തലപ്രവൃത്തി 17-ന്റെ 27. God did this so that men would seek him and perhaps reach out to him. അതായത് നമുക്ക് ചുറ്റും വരച്ചിരിക്കുന്ന ആ വൃത്തത്തിനുള്ളിൽ അവിടെ നിന്നുകൊണ്ടാണ്, അതിനുള്ളിലാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തേണ്ടത്. And what we have to do in order to find God is we have to first be inside the boundary that God has drawn and then try to reach out to him. അതിന് പുറത്തേക്ക് പോകാനായിട്ട് എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ച് പോകുക, അതല്ല ദൈവം ആഗ്രഹിച്ചത്. And God doesn't intend that we desire always that we want to jump outside the boundary line. അതിന് പകരം അതിനുള്ളിൽ നമുക്കുള്ള പരിമിതിക്കകത്ത്, നമുക്കുള്ള സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാനും ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാനും ഇതാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു കാര്യം. And that is what God has kept for us, that he wants us to remain within the limits, within the boundary that he has placed. പ്രിയപ്പെട്ടവരെ, പലരെ സംബന്ധിച്ചുമുള്ള പ്രശ്നം പലപ്പോഴും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരെ ആക്കി വെച്ചിരിക്കുന്ന ആ വൃത്തത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. And many a time we find that in many people they don't want to accept the boundary that God has placed in them. എനിക്ക് തന്ന ഈ ഭാര്യ, എനിക്ക് തന്ന ഈ ഭർത്താവ്, എനിക്ക് തന്ന ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് ദൈവം എനിക്കായിട്ട് പ്രത്യേകമായിട്ട് തന്നതാണിത് എന്നൊരു ഒന്നാമത് അതിനെക്കുറിച്ചൊരു അംഗീകാരം നമുക്ക് വേണം. The wife I have got, the husband I have got, or the children I have got, it is our prime duty to understand that God is the one who has given all these people to me. അതിന് പകരം അതിന് പുറത്തേക്ക് നോക്കിയിട്ട് മറ്റ് ചിലരെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന വൃത്തം കണ്ടിട്ട് അതിലേക്കായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് അതാണ് നിഗളം. On the other hand, looking unto others and their families and looking into their boundaries and starting to compare, then that is the starting of pride. ലൂസിഫറിൽ അതാണ് സംഭവിച്ചത്. അവനെ ആക്കി വെച്ച വൃത്തത്തിൽ അവൻ ഒതുങ്ങി നിൽക്കാതെ അവൻ അതിനപ്പുറത്തേക്ക് കടന്ന് ദൈവത്തിൻ്റെ സിംഹാസനം അതിനെ കൊതിച്ച് അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ അത് നിഗളമാണ്. അത് അസൂയ ഈ നിഗളത്തിൽ നിന്നാണ് അവനുണ്ടായത് എന്ന് നമ്മൾ കാണും. And this is what happened to Lucifer also. When he was in his own boundary, he started looking for God's throne and he wanted to jump out of the boundary, and like that pride was found in him, and then jealousyness also happened. ആട്ടെ, അപ്പോൾ ഈ കാര്യം കാണുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? And now when we find it, how can we find a practical solution to it? നമ്മൾ പറഞ്ഞത്, ഒന്ന്, ഈ ഫലത്തെ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ വൃക്ഷത്തെയാണ് ശ്രദ്ധിക്കേണ്ടത്. Now first is we should not look at the fruit of the fruit that causes it, but the tree. ആ വൃക്ഷത്തെ നോക്കുമ്പോൾ അത് നിഗളമാണെന്നും എനിക്കതുണ്ടെന്നും ഒന്നാമത് അംഗീകരിക്കണം. And now when we look at the tree, we must understand that we have it, and then we have to get rid of it. നമ്മൾ അങ്ങനെ ഒരു കാര്യം കണ്ടു കഴിയുമ്പോഴാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മൾ കണ്ട കാര്യം അത് കണ്ടിട്ട് ഈ മലയായിട്ട് അതിനെ കാണുമ്പോൾ അതിനെ നീങ്ങിപ്പോകാനായിട്ട് പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ ആവശ്യപ്പെടുമ്പോൾ ദൈവം അതിന് മറുപടി നൽകും എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. Now as once we see it and accept it in our life, then according to the faith that we have, then we can tell that to go and fall into the sea, that mountain that is a stumbling block for us. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് ഈ കാര്യത്തെ തിരിച്ചറിയുക, ആ പ്രശ്നം എനിക്കുണ്ട് എന്ന് കണ്ടെത്തുക, അത് തിരിച്ചറിയുക. First is that we recognize our fall. എന്നിട്ട് അത് മാറിപ്പോകാനായിട്ട് ദൈവസന്നിധിയിൽ നിരന്തരം മുട്ടിപ്പായിട്ട് അപേക്ഷിക്കുക. And to get rid of it,
to continuously go to the Lord seeking for help. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ In Luke's Gospel, chapter 17, അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യം പറയുന്നത്. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. we find from verse 5 onwards, the apostle said to the Lord, increase our faith. നമ്മളിപ്പോൾ വായിച്ച ചോദ്യത്തോടുള്ള ബന്ധത്തെ നമുക്കതിനെ ഇങ്ങനെ പറയാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു താഴ്മയിലേക്ക് വരണം, എൻ്റെ നിഗളം മാറണം, അതിന് എനിക്ക് വിശ്വാസം വേണം, ആ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പറയുന്നു എന്നിരിക്കട്ടെ. As we heard that we have found that I have pride in me. Oh Lord, I want to increase my faith and I want to come to you to get rid of that pride that I found. നമ്മൾ ആ കാര്യവുമായിട്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നത് ഈ കാട്ടത്തിയോടെ വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. Now what is said below is, be uprooted and planted in the sea and it will obey you. ഒന്നാമത് ഒരു കാട്ടത്തി അല്ലെങ്കിൽ പർവ്വത സമാനമായ ഒരു പ്രശ്നം നമുക്കുണ്ട് എന്ന് കണ്ടെത്തുക, അതിനെ ഗൗരവമായിട്ട് കാണുക. So we see a mulberry tree or a mountain of a problem in front of us and we take it seriously. എന്നിട്ട് അതിനെക്കുറിച്ചൊരു നിരന്തരമായ അപേക്ഷ, കർത്താവേ ഇത് മാറിപ്പോകണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകുക. And we should attain a desire continuously that it be rid of us in our lives. It will be completely and permanently rid of us. അങ്ങനെ വിശ്വാസത്തോടെ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 6-ാം വാക്യത്തിൽ അത് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. And if we have this kind of faith towards this pride that we have to get rid of it, then as Jesus said, be uprooted and it will be planted in the sea and it will obey you. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുക, സിമ്പിളായിട്ട് വിശ്വസിക്കുക. And just believe the word of God, simple as it is. ഇത് ഒരു പക്ഷേ ഒരു സഹോദരി എഴുതിയതായിരിക്കാം. Maybe it is a sister who has wrote it. നിരാശപ്പെട്ടു പോകല്ലേ. Don't be dejected. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. Just remember that each and everyone has some or the other kind of problems in their lives. നമ്മുടെ പ്രശ്നത്തെ നമ്മൾ ഡയഗ്നൈസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. The most important thing is that we have to diagnose our problems. ഈ ചോദ്യം എഴുതിയ ആൾ അത് കണ്ടെത്തി തിരിച്ചറിഞ്ഞു, എന്നാൽ അത് ഫലം മാത്രമാണെന്നും അതിൻ്റെ വൃക്ഷം മറ്റൊന്നാണെന്നുമാണ് നമ്മൾ ബൈബിളിലൂടെ പറഞ്ഞു വന്നത്. Now the person who wrote it has identified the problem, that is good. Now we see that this is only a fruit, but the tree is pride, as we saw in the scriptures. അതൊരു കാട്ടത്തി പോലെയാണെന്ന് കണ്ടിട്ട് അത് കടലിൽ നട്ടുപോകണം എന്ന വിശ്വാസത്തോടെ ആവശ്യപ്പെടുക. ദൈവം ആ കാര്യം ചെയ്തു തരും എന്ന് വളരെ കൃത്യമായിട്ടിവിടെ പറയുക. അങ്ങനെ കടൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. Consider this as a mulberry tree, and that then we say to this mulberry tree of pride, be uprooted and be planted in the sea, and it will definitely obey you if you have faith in your hearts. അത് നിങ്ങളെ അനുസരിച്ചേക്കും എന്നൊന്നും ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. Not that it may obey you, but it will obey you. There is no question of doubt here. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ഒരു അനുഭവവും ദൈവവചനവും തമ്മിൽ ചേരാതെ നിൽക്കുമ്പോൾ ഏതാ ശരി? Now I want to ask you, when the experience that we have and the things that are written in the scriptures, if both are not going hand in hand, then what is the... നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഭവത്തെ ശരിയെന്ന് നോക്കാനാണ് നമുക്ക് തോന്നുക. Now many a time we lean on to our experience and that is where we get solace. ഉദാഹരണത്തിന് ഈ അസൂയ മാറിപ്പോകുന്നില്ല അല്ലെങ്കിൽ ഈ നിഗളം മാറിപ്പോകുന്നില്ല എന്ന് കാണുമ്പം ആ ദൈവവചനത്തിന് തെറ്റുപറ്റി എന്നുള്ള നിലയിലാണ് പലപ്പോഴും ചിന്തിച്ചു പോവുക. And many a time we think that I have tried to get rid of this pride and it is not going, so perhaps there could be something wrong with God. എന്നാൽ അങ്ങനെയല്ല അത് എടുക്കേണ്ടത്. ദൈവവചനത്തിന് മാറ്റമില്ല. There is nothing with the word of God. ആകാശവും ഭൂമിയും മാറിപ്പോകും, ഈ ദൈവവചനത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ എങ്കിലും മാറിപ്പോവുകയില്ല. അതും കർത്താവ് തന്നെ പറഞ്ഞതാണ്. And Jesus himself said that heaven and earth will pass away, but his words will never pass away without bearing fruit. അതുകൊണ്ട് ഇത് കടലിൽ നട്ടുപോകും, അത് നിങ്ങളെ അനുസരിക്കുമെന്ന് ദൈവവചനം പറഞ്ഞാൽ അതാണ് ശരി, എൻ്റെ അനുഭവമല്ല ശരി.
And if the word of God says that if by faith I come and command this mulberry tree to be uprooted and be planted in the sea, then it will definitely obey me, and the scripture is right, not my experience. എൻ്റെ അനുഭവം അതിനൊത്ത് വരുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിരന്തരം അത് വരുന്നത് വരെ ദൈവവചനം ശരിയാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ അവിടെ തന്നെ നിൽക്കുക വേണ്ടത്. And if my experience is not in tandem with what is written in the word of God, then we have to wait until the Lord makes it equal and equates it with the word of God. ഓക്കെ, നമുക്ക് ആ കാര്യം അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. Now we can put an end to this matter. I find it difficult to fellowship with the other brothers and sisters in the church. I am also shy. Please advise. എന്ന് വെച്ചാൽ ഞാൻ സഭയിലുള്ള മറ്റ് സഹോദരന്മാരോടും ഫെലോഷിപ്പ് കൊണ്ട് നടക്കാൻ എനിക്കൊരു പ്രയാസമുണ്ട്. ഞാനൊരു ലജ്ജാശീലമുള്ള ആളാണ്. എന്താ അതിന് ഉള്ള മറുപടി എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും പ്രത്യേകം നമ്മുടേതായ ഓരോ ടെമ്പറമെൻ്റ് ഉള്ള ആളുകളാണ്. Now, here we see that we all are having different kinds and levels of temperament in our lives. ചില ആളുകൾ വളരെ എക്സ്ട്രോവർട്ടായ ആളുകളാണ്. Some people are extroverts. അവർ ആളുകളോട് വളരെ വേഗത്തിൽ ഇടപെടും. ബ്രദറെ എന്ന് പറയും, ചിരിക്കും, കൈപിടിച്ച് കുലുക്കും, നമ്മുടെ പുറത്ത് തട്ടും. They immediately, when they find a brother, they shake hands and tap them on the back and very enthusiastic. അവർ വളരെ പോപ്പുലർ ആകും. They are very popular and popular among the others. ചർച്ചിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. And in the church also they are like that. അത് അവരുടെ ടെമ്പറമെൻ്റ് ആണ്. And that is their temperament. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അവർ അത്ര വേഗത്തിൽ ആളുകളോട് അടുക്കുകയില്ല. And there are some others who are not interacting very easily with others. കുറച്ച് ഇൻട്രോവേർട്ടായ, തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്ന ആളുകൾ. Some people who are introverts and think within themselves. അവരൊന്ന് ചിരിക്കണമെങ്കിൽ ഈ പിശുക്കൻ്റെ പണസഞ്ചി അഴിയുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. And if they have to smile, then it is just like a miser trying to someone trying to take the money box out of the miser. അവർ വളരെ പതുക്കെ സംസാരിക്കുന്നുള്ളൂ, സാവധാനമാണ് നടക്കുന്നത്. And he will smile only slowly and slowly speak. പക്ഷേ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഒരാൾ എക്സ്ട്രോവർട്ടാണോ ഇൻട്രോവർട്ടാണോ എന്നുള്ളതിനെ ആശ്രയിച്ചല്ല സഭയിലെ ഫെലോഷിപ്പ്, കൂട്ടായ്മ. Now the fellowship among the brothers in the church is not dependent on whether you are having a temperament of an extrovert or an introvert. നമ്മൾ ഒരു കൂട്ടായ്മയെ, സഭയിലെ ഒരു കൂട്ടായ്മയെ തടയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Now what we have to pay attention is, if there is some kind of hindrance in our life which obstructs another person to have fellowship with us, that is the one thing that we have to get rid of. എന്താ പലപ്പോഴും കൂട്ടായ്മയെ തടയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ? Now what is the one that is as a hindrance to fellowship in the church? മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്തേക്ക് അടുക്കാനൊക്കാതെ വണ്ണം ചില കാര്യങ്ങളിൽ മുറുകെ പിടിക്കുന്നു, ചില കാര്യങ്ങളെ മറ്റുള്ള ആളുകളെ വിധിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ കൂട്ടായ്മയ്ക്ക് വിഘാതം. Judging another person which can put other people off, that they may not come easily near us, this is the one thing that makes the fellowship very difficult in the church. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. They cannot comprehend or understand another person as he is. അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെ അവരെ വിധിക്കുന്ന കാര്യം, അവരെ അകറ്റി നിർത്തുന്ന കാര്യം, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ മാനസികമായ ഈ ഘടകങ്ങൾ ഫെലോഷിപ്പിന് വിഘാതമായത്, അതിനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. And we have to tackle these elements that are coming as a hindrance, as not understanding a brother, as putting him off and making him aloof from our circle or myself. That is what we have to tackle. അല്ലാതെ പുറമേ ഉള്ള ഒരു കാര്യത്തിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Not outwardly looking at him whether his temperament is. പ്രിയമുള്ളവരെ, ഒരു ഇൻട്രോവർട്ടായ അങ്ങനെ ഒരു ടെമ്പറമെൻ്റ് ഉള്ള ഒരാൾ നാളെ മുതൽ എനിക്ക് ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നു എന്നിരിക്കട്ടെ. Suppose an introvert brother who is an introvert, he suddenly thinks that from tomorrow I have to enhance my fellowship in the church. അടുത്ത ഞായറാഴ്ച അദ്ദേഹം വരുന്നു, അവിടെ പൊട്ടിച്ചിരിക്കുന്നു, ആളുകളുടെ തോളിൽ കൈയിടുന്നു.
And the next day he comes in the church and he starts to laugh artificially and he is clapping his hands. ആളുകളൊക്കെ സംശയത്തോടെ നോക്കും, ഈ ബ്രദറിന് കഴിഞ്ഞ ആഴ്ച വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. And people will look at him and say, till yes, last week there was no problem found in him. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഈ പെരുമാറ്റമല്ല ഫെലോഷിപ്പ്. അതാണ് ഞാൻ പറയാൻ വന്നത്. So what I intended to tell is what you actually behave outwardly is not what is the fellowship in the church. നമുക്ക് ആളുകളെ വിധിക്കാതെ, ആളുകളെ അകറ്റി നിർത്താതെ ഇരിക്കാൻ, കൂട്ടായ്മയ്ക്ക് തടസ്സമുള്ള കാര്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ജഡ്ജ് ചെയ്യാനും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഇല്ലായ്മ ചെയ്യാനും കഴിഞ്ഞാൽ, അതിനെ ഡീൽ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ കഴിയും. If we can identify this thing and tackle it as we see that we are having a nature of putting off someone or not being strange with someone, not trying to understand him, then we have to put it in the presence of God and try to get rid of it. ചില ആളുകൾ വിചാരിക്കുന്നത് ഒരു ആത്മീയമായ ഭാഷ പറഞ്ഞാൽ, ആത്മീയമായ ഒരു ഭാഷ പറയുകയും എപ്പോഴും ആത്മീയമായ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്താൽ നമുക്ക് ആളുകളെ നേടാൻ കഴിയും, ദൈവം എന്നെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. Many brothers think that if I speak a spiritual kind of language and tone, then I can attract many brothers to myself. കർത്താവ് അങ്ങനെ ആയിരുന്നില്ല. But Jesus was not like that. നിത്യ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചിരുന്നു. And Jesus was always talking about everyday condition and reality. നമ്മൾ ഒരുതരം കൃത്രിമത്വവും അഭിനയവും ഇല്ലാതിരുന്നാൽ മതി. So we should not try to contaminate and put up a figure before others. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സിൻസിയറായിട്ട് ആളുകളോട് പെരുമാറിയാൽ മതി, കൂട്ടായ്മ വർദ്ധിച്ചോളും. And if we are sincerely approaching other brothers, then definitely the fellowship in the church will be strong. ദൈവത്തെക്കുറിച്ച് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. And there is a scripture that one who dwells in a light that cannot be approached. എന്ന് പറഞ്ഞ പോലെ ചില വിശ്വാസികൾ അവർ അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ് വസിക്കുന്നത്. And there are some believers, they put themselves in a position where others cannot come near them and they tell that is light. വലിയ ആത്മീയ ഭാഷ പറയും ആളുകൾക്ക്, അപ്പോൾ അവരുടെ അടുത്ത് വരാൻ ഒക്കുകയില്ല, ഇത് എന്തോ നമ്മുടെ ഇടമല്ല എന്ന് വിചാരിച്ച് മാറിപ്പോകും. And they talk big language of spiritual knowledge, and when others hear, they will think this is something we cannot come here. പ്രിയപ്പെട്ടവരെ, പറഞ്ഞത് ഞാൻ ഇങ്ങനെ ചുരുക്കി പറയാം. നമ്മൾ ഈ പുറമേ കാണുന്ന നമ്മൾ കൊണ്ടുവരുന്ന ഒത്തിരി കാര്യങ്ങൾ കൊണ്ടല്ല കൂട്ടായ്മ പണിയപ്പെടുന്നത്. Or if we have to cut it short, that not all the features that we see outwardly is what builds up fellowship. ഇവിടെ ഇത് എഴുതിയ ആളിനും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വളരെ ലജ്ജാശീലം ഉള്ള ഒരാളാണ്, എനിക്ക് എങ്ങനെ ഒരു നല്ല ഫെലോഷിപ്പ് ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ആളുകളോട് അടുത്ത് കൂടുതൽ പെരുമാറി പോപ്പുലർ ആകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തയെന്ന് തോന്നുന്നു. I think the one who has written has also identified that he is quite shy to mingle with others and probably under a trap of being popular or something. നമുക്കതിനെ ഇങ്ങനെ പറയാം, സഭയിലെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ഒഴുക്ക് പോലെയാണ്. ആ ഒഴുക്കിനൊരു തടസ്സമാകാതെ, ഒരു തടങ്കൽ പാറയാകാതെ നിൽക്കുക. So we can put it like this, that fellowship in the church is just like a flow, and we should never put any kind of obstacle to hinder the flow. മറ്റുള്ളവരെ വിധിക്കാതെ, മറ്റുള്ളവർക്കൊരു തടങ്കലാകാതെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വളരെ ലാളിത്യമുള്ളവരും സത്യസന്ധരുമായി സ്വാഭാവികതയോടെ പെരുമാറുക, അതാണ് സത്യത്തിലെ കൂട്ടായ്മ. By not being a stumbling block to others, by hindering them. So be very simple and polite with everyone and mingle freely with everyone so that you can build the fellowship. How to overcome getting upset over small things at home. വീട്ടിലെ കൊച്ചു കാര്യങ്ങളിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അസ്വസ്ഥതയെ മറികടക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും വലിയ കാര്യങ്ങളല്ല ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത്. Many a time it is not the big things that are causing turbulence at home. കൊച്ചു കാര്യങ്ങളാണ്, കൊച്ചു കാര്യങ്ങൾ, small little trivial things. ആ കാര്യങ്ങൾ, സ്കൂൾ വിട്ട് വരുന്ന കുട്ടി അവൻ്റെ ഷൂസ് വെക്കേണ്ടടുത്ത് വെച്ചില്ല. Now the child who has come back from school, he has not removed his shoes and kept in the proper place. സോക്സ് പഠിക്കൽ നിന്ന് തന്നെ ഊരി
വലിച്ചെറിഞ്ഞു കളഞ്ഞു. And he has thrown his socks right from the front of the door. ആകാശം ഇടിഞ്ഞു വീണിട്ടൊന്നുമില്ല. The sky has not fallen down. ചില പിതാക്കൾ പെരുമാറുന്ന കണ്ടാൽ അതോടെ തീർന്നു, ജീവിതം അവസാനിച്ചു, ഇനിയിപ്പം എന്നുള്ള മട്ടിലാണ് അതിനെ എടുക്കുക. When we see some parents so nervous about it, we feel that everything has ended up right here. നമ്മളിലുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കാം പ്രശ്നങ്ങൾക്ക് കാരണം. Now it may be the spirit of being a perfectionist in our life that has caused this. ചില ആളുകൾ അവർ ചെറുപ്പം മുതൽ തന്നെ വളരെ പെർഫെക്ഷനിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, എല്ലാം അതിൻ്റെ കൃത്യതയോടെ അടുക്കോടെ ചിട്ടയോടെ ചെയ്യുന്ന ആളുകൾ. Now many a time parents have been brought up in such a situation where they have grown up to be a perfectionist, to keep everything in order and discipline. അവരുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളിൽ നിന്നും അവരുടെ കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ അത് പ്രതീക്ഷിക്കുന്നു. And so the expectancy lies in them that others should also be in the same manner of a perfectionist. കുഞ്ഞുങ്ങളോ സന്ദർശകരോ അതിനനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും. And if the children or others don't behave accordingly, then they get upset. കുറ്റം ആരുടേതാണ്, സന്ദർശകരുടേതാണോ ആ വീട്ടുകാരുടേതാണോ? Now whose fault is it? Is it of the visitors or is it of the people in the house? അങ്ങനെയുള്ള ആളുകൾ ഒരു ബോർഡ് എഴുതി വെക്കുന്നത് നല്ലതാണ്, ഇവിടെ ഒരു പെർഫെക്ഷനിസ്റ്റ് താമസിക്കുന്നു, വളരെ സൂക്ഷിക്കണം. Now it is good to warn the visitors, that hang up a board outside the door, a perfectionist lives here. പ്രിയപ്പെട്ടവരെ, പലതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ധാരണയും നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ചട്ടക്കൂടുണ്ട്. അതൊന്ന് അല്പം മാറ്റി വെച്ചാൽ ഈ അസ്വസ്ഥത പരിഹരിക്കാൻ കഴിയും. Now many a time we live in a cocoon of behavior and character that we have developed over the years. If we can remove and keep this apart, then we can have easily fellowship. ഇപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ അവർ കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളായിട്ടേ പെരുമാറുകയുള്ളൂ. Now regarding children, if you find such an attitude in a child, they are child, of course. Then what else can you expect? കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുന്നതിനെക്കുറിച്ച് പല ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. There are many other questions which relates to disciplining children. അതിനോട് ചേർത്ത് പറയട്ടെ, കുഞ്ഞുങ്ങൾ അവർ പ്രായം കൊണ്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. Now the children have also to study according to their age as they grow. അതൊക്കെ അവർ പ്രായം കൊണ്ട് നേടേണ്ട ഒരു പക്വത നമ്മളൊരു 5 വയസ്സുള്ളപ്പോൾ അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു മുട്ടിനെ വിരിയാൻ അനുവദിക്കാതെ അതിനെ കൃഷി ചെയ്യുന്നത് പോലെ ആയിപ്പോകും. Now if for example a child from the age of 5, when you have to inculcate in a loving way the behavior and attitude of the child, and if you try to impose upon him, it is just like crushing a bud of a flower, not allowing it to grow. അതുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കുക. Now parents should always see whether there is something to be corrected in this area and set it right. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പാപകരമല്ലാത്ത കാര്യങ്ങളിലൊക്കെ അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് നല്ലതാണ്. Now relating to children, if there is nothing found that is so sinful in the child, then it is good that you give the child a bit of freedom and allowance that the child can have at home. അവരുടെ വീടാണ്, അവർ ജീവിക്കട്ടെ. It is their own house, let them live freely. അവിടെയാണ് അവർ കളിക്കുന്നത്, അവിടെയാണ് അവർ ഓടി നടക്കുന്നത്. ആ നിലയിൽ അതിനെ കണ്ട് നമ്മുടെ മാനസികമായ ഒത്തിരി പെർഫെക്ഷനിസ്റ്റ് മനോഭാവം മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് അസ്വസ്ഥത ഇല്ലാതാകാൻ കഴിയും. Then let them run around freely, and if we keep this attitude of a perfectionist apart from us, then we can all coexist very well. വീടിനെ സംബന്ധിച്ച് പറഞ്ഞു വരികയാണല്ലോ, വീട്ടിൽ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും സംബന്ധിച്ചുള്ള കൊച്ചു കാര്യങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്നത് ഇതാണ്. Now talking about home, these are the small little things happening in the home that can be identified. അതുപോലെ തന്നെ ജീവിത പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നം. Now similarly is the problems between the partners in a home, the husband and wife. അതിനെക്കുറിച്ച് ഇവിടെ ചോദ്യമുണ്ട്. There is a question for that. അതിന് 3 പിരിവുകളുണ്ട്. ഭവനത്തിലെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അതിൻ്റെ അകത്ത് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഇത് സംഭാഷണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് പരിഹരിക്കുക, വീട്ടിൽ വഴക്കില്ലാതിരിക്കാൻ എന്ത് വേണം, അത് ജീവിത പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. Now there are certain issues at home like talking and having a
dispute at home, there are some financial related problems at home. These are all concerning the husband and wife at home. ഇത് സത്യത്തിൽ വീട്ടിൽ ദൈവഹിതപ്രകാരം ഒരു ഉത്തമ കുടുംബജീവിതം നയിക്കാൻ വലിയ ദൈവകൃപ ആവശ്യമുണ്ട്. Now, to lead a Christian holy life, we need a lot of God's grace in a family. പലപ്പോഴും വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, രണ്ട് വ്യത്യസ്തമായ ടെമ്പറമെൻ്റ് ഉള്ള ആളുകളെയാണ് ദൈവം തൻ്റെ സർവജ്ഞതയിൽ ഭാര്യാഭർത്താക്കന്മാരായിട്ട് യോജിപ്പിക്കുന്നത്. Now, many a time we find in Christian homes that the husband and wife will be completely of a different or opposite temperament, and that is where they are told to unite. പല വീടുകൾ കണ്ടുമ്പോൾ നമ്മൾ ദൈവം എന്തൊരു അത്ഭുതമായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. And many a time we wonder as to how God has arranged it so and how they are getting along. ഭർത്താവ് വളരെ എക്സ്ട്രോവർട്ട് ആണെങ്കിൽ ഭാര്യ വളരെ ഇൻട്രോവർട്ട് ആയിരിക്കും. If the husband is very extrovert, the wife is a very introvert person. നേരെ തിരിച്ചു. And vice versa. നമ്മൾ വിചാരിക്കും ദൈവം എങ്ങനെ ഈ കക്ഷികളെ രണ്ടും കൂടെ എവിടുന്ന് കണ്ടുപിടിച്ചു ഒന്നിപ്പിച്ചു എന്ന് നമ്മൾ വിചാരിക്കും. And we would wonder as to how God selected and chose them and put them together. എന്നാൽ മാത്രമേ ആ കുടുംബം നന്നായി പോവുകയുള്ളൂ. Then only the house will get along very well. ഒരാളുടെ പരിമിതി മറ്റേ ഒരാളുടെ ആ കഴിവുകൾ കൊണ്ട് അത് നികത്തപ്പെട്ട് അവരൊന്നിച്ചു പോവുക. And the limitation of one person is fulfilled by the other, and that's how they get along. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത പങ്കാളിയെ ആ നിലയിൽ ദൈവം എനിക്ക് തന്ന എൻ്റെ കുറവുകൾ പരിഹരിക്കാനായിട്ട് എനിക്ക് തന്ന ആൾ എന്നുള്ള ഒരു അംഗീകാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാവണം. Dear ones, we should have a thought in our heart and a firm belief in our heart that this is the person whom God has chosen to fulfill all my lacking in this house. ചില കാര്യങ്ങളിൽ വളരെ അവർക്ക് ചില പ്രത്യേക ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. Now some people have a special gift with them. ചിലർ കണക്കിൻ്റെ കാര്യത്തിൽ ഈ കാര്യങ്ങൾ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന കാര്യത്തിൽ വളരെ അക്കങ്ങളുമായി ബന്ധപ്പെട്ട് അവർ വളരെ സ്ട്രോങ് ആയിരിക്കും. ചിലപ്പോൾ some will have grace to be very strong in accounting and computing for financial matters. പ്രിയപ്പെട്ടവരെ, ഭർത്താവിന് ആ നിലയിൽ അങ്ങനെ ഒരു കഴിവില്ലെങ്കിൽ വൈ നോട്ട് ആ കാര്യം ഭാര്യ ഏൽപ്പിച്ചാൽ എന്താ കുഴപ്പം? If the husband is not having such an ability, why not give it to the wife who is found able to do these things? ഞാൻ പറഞ്ഞത്, നമ്മൾ രണ്ടുപേരോട് ചേർന്നാണ് ഇത് ഈ ഭവനം കെട്ടിപ്പടുക്കുന്നത് എന്നൊരു ബോധ്യത്തോടെ പരസ്പരം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് ചുമതലകൾ പങ്കിട്ട് അനുഭവിക്കുക. So we have to start the family life by acknowledging and firmly understanding that we are kept together in this house, that we can build the house together, knowing each one's limitation and fulfilling it. ഇതൊക്കെ അങ്ങനെയാണെങ്കിലും ദൈവം തന്നെ വലിയ കൃപ തന്നാലേ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. All said and done, if only we receive God's grace a plenty at times of trials, then only can we bring a godly home in our house. നമ്മൾ എത്ര ഭംഗിയായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന മാതാപിതാക്കളോടും അവർ 60-70 വയസ്സാകുമ്പോൾ അവരെ പോയി ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുക. Now let's go and interview a father and mother who has brought up their children very well. At the age of 60, let's go and interview them. അവരോട് നമ്മൾ പറയുന്നു, നിങ്ങൾ എന്തായാലും കുഞ്ഞുങ്ങളെ എല്ലാം ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ട് വന്നല്ലോ, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ, അതെങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ അവരോട് ചോദിച്ചെന്നിരിക്കട്ടെ. Suppose you ask them as to what is the secret behind bringing up your children in a very godly way, you were very successful, can you tell the secret? അവർ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോകും. ഞങ്ങൾ അതിനെന്തോ ചെയ്തു, ദൈവം ഇങ്ങനെയൊക്കെ ആക്കി എന്ന് മാത്രമേ അവർക്ക് സത്യസന്ധമായിട്ടും പറയാനുള്ളൂ. And if they are honest, they will tell, what did we do? We didn't do anything, but God only did everything for us and achieved it for us. നമ്മളാകെ മാതാപിതാക്കളെന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് നമ്മളൊരു തട്ടിപ്പുകാരല്ലെന്ന് പിള്ളേർക്കൊരു ബോധ്യം കൊടുത്താൽ മാത്രം മതി. Now, this is one thing that we have to always follow, is that we won't cheat our children in any manner. തട്ടിപ്പുകാരെന്ന് ഞാൻ പറയുമ്പോൾ നമ്മളൊരു രണ്ട് മുഖമുള്ളവർ, അതാണ് ഞാൻ തട്ടിപ്പെന്ന് ഉദ്ദേശിച്ചത്. Now, by defining as a cheat, that person has two
That's what I meant. അതായത് നമുക്കൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടെന്ന് പിള്ളേർ മനസ്സിലാക്കണം. That the child will always understand that my father is having integrity, my mother is having integrity. ഒരു കാപട്യമുണ്ട് എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നാനിടയാകരുത്. That the child will not think that my parents are having a false attitude. അതായത് നമ്മൾ പൂർണ്ണരായ മനുഷ്യരായിരിക്കുകയില്ല, അങ്ങനെയല്ല താനും. Not that we are complete in every form. അങ്ങനെയല്ല, നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ കുറവുകളുള്ളവരാണ്. There are many lackings found in us. കുഞ്ഞുങ്ങളും നമ്മിലൊരു പെർഫെക്ഷനിസ്റ്റിനെ അല്ല പ്രതീക്ഷിക്കുന്നത്, നമ്മളൊരു പൂർണ്ണമായിട്ട് എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുന്നതല്ല പ്രതീക്ഷിക്കുന്നത്. And even the child doesn't expect that their parents behave in a very perfect manner. പക്ഷേ അവർ സത്യസന്ധരാണ്, അവർക്ക് രണ്ട് മുഖമില്ല, സഭയിലൊരു മുഖവും വീട്ടിലൊരു മുഖവും അങ്ങനെയില്ല എന്നുള്ള ഒരു കാര്യം അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർ ദൈവഭക്തിയിൽ വളർന്നു വന്നോളും. Now, if the child finds that my parents do not have two kinds of faces, one face in the church and one at home, being a duplicator, so if such a thing is not found in the parents, then the child will grow up automatically in faith of God. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടെന്നിരിക്കട്ടെ, ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും അത് പറഞ്ഞു കുഞ്ഞ് കേട്ടു എന്ന് വിചാരിച്ചാലും അതിൻ്റെ അകത്തും അവർ തമ്മിൽ വീണ്ടും സ്നേഹത്തോടെയും തമ്മിൽ ക്ഷമ പറഞ്ഞു ജീവിക്കുന്ന കാണുമ്പോൾ കുഞ്ഞ് മനസ്സിലാക്കും, എൻ്റെ മാതാപിതാക്കൾ അവർ പൂർണ്ണരല്ലെങ്കിലും അവർ സത്യസന്ധരാണ്. Now, if the child finds that there is some kind of dispute at home, and then later on the parents got together and reconciled and were happy together, then the child will understand that even though they are not perfect, they put it right and they are faithful for that. സത്യസന്ധരായിരിക്കുക, രണ്ട് മുഖമില്ലാതെ ഇരിക്കുക, അതുതന്നെയാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ദൈവഭക്തിയിൽ വളരാനായിട്ട് നമുക്ക് കൊടുക്കാവുന്ന സംഭാവന. To be upright and blameless, and that is these are the things that we can give to our children as a gift. പ്രിയപ്പെട്ടവരെ, സംഭാഷണത്തെക്കുറിച്ചും ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. Also there are some questions relating to conversations. സംഭാഷണം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംഭാഷണം. Now, another main area in a family life among the husband and wife is an area of conversation. ഇവിടെ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ളവരാണ്. Now we understand that both of them are coming from different backgrounds. സ്ത്രീകൾ പ്രത്യേകിച്ചും അവരുടെ വിഷമങ്ങൾ തീർക്കുന്നത് സംഭാഷണത്തിലൂടെയാണ്. Now, most of all, the women, they put an end to all their grief and sorrow by talking it to another person. And ഒരു ദൈവഭക്തനായ ഒരാൾ കുടുംബജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ഒരു ഭാര്യയ്ക്ക് ഓഫീസിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായി എന്നിരിക്കട്ടെ. As a godly man put it for a family life, suppose a woman has a problem in her office. അവൾക്ക് ഓഫീസിൽ അവളുടെ മേലധികാരി അവളോട് എന്തെങ്കിലും ഗൗരവമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ടു. Suppose her boss had strictly spoken to her something and asked for an explanation to her. അവൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരിയോട് അത് പറയും, ഇതൊക്കെയാണെങ്കിലും അങ്ങേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറയും. Now, as soon as she comes out of the boss's cabin, she finds someone, she will immediately tell her, this is what the boss told me, this is what happened. ബസ്സിൽ കയറുമ്പോൾ അടുത്തിരിക്കുന്ന ആളിനോട് അത് പറയും, അടുത്തിരിക്കുന്ന സ്ത്രീയോട് അത് പറയും, എന്തോ ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ചില ആളുകളുണ്ട്, അവരോട് അത് പറയും. And this will go around and she will start talking to another person and tell the same thing. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ ബേക്കറിയിൽ കയറി ഒരു പാല് വാങ്ങിക്കാൻ കയറുമ്പോൾ അവിടുത്തെ ബേക്കറിക്കാരനോട് ഇതേ കാര്യം പറയും. And when at the bus stop in the bakery, when she goes to buy milk, she will tell the same thing. അവൾ ആ പ്രശ്നവുമായിട്ട് വീട്ടിലേക്ക് വരുന്നതിനകം 3-4 പേരോട് ഇത് പങ്കിട്ട് കഴിയും. And before she reaches home, she would have already divulged all this to at least 3 or 4 people. അവളുടെ സമ്മർദ്ദം ഒഴിവാക്കുന്നത് സംഭാഷണങ്ങളിലൂടെയാണ്. Now, she is actually releasing her pressure by talking it out to 2-3 people. വീട്ടിലേക്ക് വരുമ്പോൾ അവൾ റിലീവ്ഡായി. Now when she comes home, she is relieved. അതേസമയം തന്നെ ഇതേ കാര്യം അവളുടെ ഭർത്താവിന് ഓഫീസിൽ വെച്ചുണ്ടായി എന്ന് വിചാരിക്കരുത്. Now assume that the husband also got a similar problem like this in his office. അദ്ദേഹത്തിൻ്റെ ബോസ് അദ്ദേഹത്തോട് ഗൗരവമായിട്ടൊരു കാര്യം പറഞ്ഞു. And the boss had spoken to him very radically and seriously. അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് കാണേണ്ടതാണ്.
And the face of the husband has to be seen when he exited the office, boss's cabin. ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വളരെ ഗൗരവമായ എന്തോ കാര്യം ആലോചിച്ച് വരുന്ന Serious പോലെ. faces. Is there any point to live in this life? ബസ്സിൽ ആരോടും മിണ്ടുന്നില്ല, കൂടെ ഇരിക്കുന്ന ആളുകളോടൊന്നും സംസാരിക്കുന്നില്ല. Now in the bus he doesn't speak to anyone, doesn't show his face to anyone. വീട്ടിൽ വരുമ്പോൾ സൗരി ചോദിക്കുന്നു, അച്ഛൻ്റെ മുഖത്തിനൊരു വ്യത്യാസം ഉണ്ടല്ലോ, എന്താ എന്ന് ചോദിക്കും. Now when he comes home, wife asks, now what is happened to your face? ഒന്നുമില്ല എന്ന് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് പറഞ്ഞിട്ട് വളരെ ഗൗരവത്തിൽ പോകുന്നു. No, nothing's wrong, and he just goes very seriously. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഇത് ഒരു പുരുഷന് ഈ സംഭവം ഉണ്ടായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ പ്രശ്നവുമായിട്ട് അയാളുടേതായ ഒരു ഗുഹയിലേക്ക് അങ്ങ് പോകും എന്നാണ് ആ പുസ്തകത്തിൽ ആ പ്രിയപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത്. Now what the writer has said that when something happens to a man like this, then he will go back to his own kind of den or his own kind of cave. അതിനകത്ത് അവൻ ഇരുന്ന് അന്നേരം അവന് അത് ആരുമായിട്ടും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, അവനത് ആരുമായിട്ട് പങ്കിടാൻ താല്പര്യമില്ല. And what happened to him earlier with his boss, he does not want to even share it with anyone. അവൻ ആ പ്രശ്നം അവനെ മനസ്സിലിട്ട് ചിന്തിച്ച് ഒരു ദിവസം കഴിഞ്ഞ് അവൻ അതിനൊരു ഉത്തരവുമായിട്ട് ആ ഗുഹയ്ക്കകത്തു നിന്ന് പുറത്തു വരും. And after a day he will come out with an answer from the den in which he had gone to. നോക്ക്, രണ്ടു പേർക്ക്, ഒരു പുരുഷനും സ്ത്രീക്കും ഉണ്ടാകുന്ന ഒരേ പ്രശ്നത്തെ അവർ നേരിടുന്നത് രണ്ട് വിധത്തിലാണ്. Now the same problem is being contemplated by a woman and a man in two different ways. ഇത് തിരിച്ചറിയുന്നത്, പുരുഷനും സ്ത്രീയും രണ്ട് തരത്തിലുള്ള ആളുകളാണ് എന്ന് പരസ്പരം അറിയുന്നത് വളരെ നന്നായിരിക്കും. And it is better that the man and the wife understands this pattern in which they live. അതുകൊണ്ടാണ് പത്രോസ് ഈ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. And that is why Peter has specifically pointed this out. 1 പത്രോസ് 3-ാം അധ്യായം In 1 Peter chapter 3, അതിൻ്റെ അകത്ത് പറയുന്നു, അങ്ങനെ തന്നെ 7-ാമത്തെ വാക്യം, verse 7. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച്. Husbands, in the same way, be considerate as you live with your wives and treat them with respect as the weaker partner. അവിടെ വിവേകത്തോടെ വസിച്ച് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷനിൽ നമ്മൾ വായിക്കുന്നത് ലിവ് ഇൻ ആൻ അണ്ടർസ്റ്റാൻഡിങ് വേ എന്നാണ്. In one translation, it is to live in an understanding way. എന്ന് വെച്ചാൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവരെ അങ്ങനെ ജീവിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. It is written that the husband and wife have to understand the particular way in which that person has to behave with the partner and live. ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും പെരുമാറ്റം നമ്മൾ അതങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നതാണ് നല്ലത്. When a problem occurs, it is better to understand the nature of each one and then leave that person to get reconciled. അതിന് പകരം ആ പുരുഷൻ അതുമായിട്ട് തൻ്റെ ഗുഹയിലിരിക്കുമ്പോൾ പിന്നെയും ചെന്ന് അദ്ദേഹത്തോട് പിന്നെയും ചോദിച്ച് പ്രശ്നമാക്കാതിരിക്കാൻ ഇങ്ങനെ പരസ്പരം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നത് അതിന് സഹായകമാകും. Now instead of going to the den where the husband is sitting, not to go there and continuously pester him, but to leave him alone so that he will be all right. നമ്മൾ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞാണല്ലോ ഇവിടെ എത്തിയത്. Now we were talking about conversation, that's how we reached here. അതുകൊണ്ട് പുരുഷന്മാരുടെ സംഭാഷണം താരതമ്യേന കുറവാണെങ്കിൽ സഹോദരിമാരെ നമ്മളോട് എന്തോ വൈരാഗ്യമുള്ളത് കൊണ്ടോ വിരോധമുള്ളത് കൊണ്ടോ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് വിഷമിക്കാതിരിക്കുക. Now don't misunderstand women that we are having any problem towards അതായത് സംസാരിക്കാതിരുന്ന നമ്മളോടുള്ള ഇതുകൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത് എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കുക. Women don't think that the husbands don't want to talk to you, that's why he has receded to a corner and is sitting alone. Don't think like that. വിവേകത്തോടെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക. So live with wisdom and
your life will be good. അതുപോലെ പുരുഷന്മാരും സ്ത്രീകൾ അവർ സംസാരിച്ചാണ് അവരുടെ വിഷമങ്ങൾ തീർക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരെ സംസാരിക്കാൻ അനുവദിക്കുക. Similarly, husbands also understand that the wives want to release the situation that they are in, and they want to talk to others and relieve the pressure of them. ലിവ് ഇൻ ആൻ അണ്ടർസ്റ്റാൻഡിങ് വേ. So live in an understanding way. ഇതെല്ലാം ഒരു തത്വം എന്നുള്ള നിലയിൽ നമുക്കറിയാം. So we know all this as a principle. ദൈവം തന്നെ കൃപ തന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നടത്തിയാലേ നമുക്ക് ഈ വഴിയിൽ പോകാനായിട്ട് കഴിയുള്ളൂ. And if only God gives grace, and then only we can walk this way that God intends. ഏതായാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം അതാണ് നമ്മൾ നമ്മുടെ സമകാലിക സമൂഹത്തിന് മുമ്പിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നമുക്ക് കാഴ്ചവെക്കാൻ ഒക്കുന്നത്. Now, a Christian life that can be an example to others, that is what we can hope for in this generation. അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ആത്മീയത പറഞ്ഞാലും നമ്മുടെ കുടുംബജീവിതം ശരിയല്ലെങ്കിൽ നമ്മളൊരു തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക. Otherwise, what all kind of doctrines we have and what all kind of words we convince others, if our family life is in shambles, it is a very bad testimony before others. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർ എനിക്ക് ചില ചുമതലകൾ തരുമ്പോൾ ഞാൻ വളരെ അസ്വസ്ഥനാകുന്നു. വഹിക്കാനായി ഹൗ ഡു ഐ കം ഔട്ട് ഓഫ് ഇറ്റ്, അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരാൻ കഴിയുന്നത്? അതും ടെമ്പറമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. That is also related to temperament. പ്രിയപ്പെട്ടവരെ, ചില ഉത്തരവാദിത്വം എടുക്കാനും മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. There are some people who don't want to take any kind of responsibility in the church. ഉത്തരവാദിത്വം എടുക്കാതിരിക്കുന്നതിന് കാരണം അങ്ങനെ എടുത്തു പോയാൽ എന്തെങ്കിലും തെറ്റ് വന്നാലോ എന്നൊരു സംശയമായിരിക്കാം. The reason is that suppose if I take this responsibility and something happens, then what will be the problem? അങ്ങനെയുള്ളിടത്ത് ഉത്തരവാദിത്തപ്പെട്ട മൂപ്പന്മാർ ആ ആളിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി 1, 2, 3 വട്ടം തെറ്റുകൾ വന്നാലും പിന്നെയും പ്രോത്സാഹിപ്പിക്കുക. Now, in such a case, the elder should always encourage that person, even if there is 1 or 2 or 3 errors committed by that particular brother in the responsibility he has taken up. അതുപോലെ ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം താന് 100% തനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ ഒക്കെയില്ല, എന്നെക്കൊണ്ടാകുന്നത് ചെയ്താൽ മതി, അത് മാത്രമേ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി സ്വസ്ഥതയോടെ ആ കാര്യത്തിൽ പ്രവേശിക്കുന്നത് നല്ലതായിരിക്കും. And the brother who has taken up the responsibility should be at peace, understanding that I am not a perfect 100% man, and I cannot do it totally well, and there are limitations, and I will do better. I'll try to do better next time. എന്നെ വളരെ റിലീവ് ചെയ്തിട്ടുള്ള ഒരു വാക്യം 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലുള്ള ഒരു വാക്യമാണ്. There is a verse that has relieved me in this area, that is in 2 Corinthians chapter 8. 8-ന്റെ 12-ാമത്തെ വാക്യം, verse 12. അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. 2 Corinthians 8:12 verse 12. 8-12. For if the willingness is there, the gift is acceptable. വില്ലിങ്നെസ് ഈസ് ദെയർ, അതിനുള്ള ഒരു മനസ്സൊരുക്കമുണ്ടോ അവന് ദൈവപ്രസാദം ലഭിക്കും. Are you ready and are you willing to do it? Then you will get God's blessing. അത് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കുന്നോ എന്നുള്ളതിനെ ആശ്രയിച്ചല്ല ദൈവപ്രസാദം ഇരിക്കുന്നത്. Not that the blessing is kept for you, that you have done it perfectly well. നമുക്കതിനൊരു മനസ്സൊരുക്കമുണ്ട്, നമ്മളത് ചെയ്യാൻ നമുക്കതിൻ്റെ അകത്തൊരു ആ നിലയിൽ നമ്മളെ തന്നെ നൽകാനായിട്ട് നമുക്കൊരു സമർപ്പണമുണ്ട്, അതുണ്ടോ എന്നേ ദൈവം നോക്കുന്നുള്ളൂ. If there is a sense of submission on your part to take up that responsibility, whatever it may, then that is what God looks at. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഇത് സംബന്ധിച്ചൊരു ചെറിയ കഥ കേട്ടിട്ടുണ്ട്. I have heard a short story like this. ഒരിക്കൽ നമ്മളത് ജീവമൊഴിയിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. Once we had published it in the Jeevamuri magazine. അതായത് ഒരു ദിവസം ഒരു വാഷ് ബേസിനിൽ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു. There was a tap in a wash basin. അതിൻ്റെ യജമാനൻ അതിൽ കടന്നു പോയപ്പം വാഷ് ബേസിനിലെ ടാപ്പ് വളരെ വിഷണ്ണനായിട്ടിരിക്കുന്നു. Now when the owner of the house had gone, he found the tap not functioning well. ഫങ്ഷനിങ് വെല്ലെന്നല്ല,
അത് വളരെ ദുഃഖിതനായിരിക്കുന്നു, വളരെ ദുഃഖിതൻ. Tap was looking very sad at the owner. അപ്പോൾ ഈ യജമാനൻ ഈ ടാപ്പിനോട് ചോദിച്ചു, എന്താ നീ ഇത്ര ദുഃഖിച്ചിരിക്കുന്നത്? Now the owner asked the tap, why are you looking so very sad? അപ്പോൾ ഈ ടാപ്പ് പറഞ്ഞു, യജമാനെ എനിക്ക് അങ്ങയെ സേവിക്കാൻ ആഗ്രഹം. Now the tap told the owner, I want to serve you really. പക്ഷേ ഇന്നിപ്പോൾ യജമാനൻ ഇതിൽ എത്ര വട്ടം പോയി, ഒരിക്കൽ പോലും എന്നെ ഒന്ന് നോക്കുകയോ എന്നിൽ നിന്ന് വെള്ളം എടുക്കുകയോ ചെയ്തില്ലല്ലോ. Now how many times you have just walked across, but you never looked at me, nor did you take water from me. എന്നാൽ മറ്റ് ചില വാഷ് ബേസിനിൽ ചെന്ന് അവിടുന്ന് വെള്ളം എടുക്കുകയും അവിടെ കുളിക്കുകയും ഒക്കെ ചെയ്തല്ലോ. But you went and visited other water taps and you had water from there, you took bath from there. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് വിഷണ്ണനായി ഞാൻ വിഷാദിച്ച് ഇവിടെ ഇരിക്കുന്നത് എന്ന് ടാപ്പ് പറഞ്ഞു. Then the tap said, that is the reason why I am very sad and moody. യജമാനൻ പറഞ്ഞു, നീ ഇത്ര വിട്ടിയായി പോയല്ലോ. Now the owner said, you have become a fool here. നീ എപ്പോൾ ഞാൻ വന്നായിരുന്നേലും എൻ്റെ കൈ കഴുകാൻ വെള്ളം തരാൻ നീ സന്നദ്ധനായിരുന്നു. Now you were always ready to give me water and you were always ready to help me in this. എനിക്ക് ആവശ്യം വന്നില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്നില്ല, അത്രേ ഉള്ളൂ. Now I did not really need it or require it from you, that's why I didn't come to you. ഞാൻ വന്നിരുന്നെങ്കിൽ നീ തരുമായിരുന്നു, നിനക്ക് അതിനുള്ള മനസ്സൊരുക്കമുണ്ട്. If I would have come, you would have definitely given me. You were totally willing for that. ആ മനസ്സൊരുക്കത്തെ, നിനക്കുള്ള ആ മനസ്സൊരുക്കത്തെ നീ എനിക്ക് വെള്ളം തന്നതായിട്ട് തന്നെ ഞാൻ കാണുന്നത്. Now that kind of willingness I consider as though you have really given water to me. പ്രിയപ്പെട്ടവരെ, സഭയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. Dear ones, this is the way we also see to responsibilities in the church. എപ്പോഴും നമുക്കതിനൊരു മനസ്സൊരുക്കം ഉണ്ടാകണം, അതിനൊരു ഈഗർനെസ് ഉണ്ടാവണം. Let us always be eager and willing to take up responsibilities in the church. എന്നാൽ എപ്പോഴും നമുക്ക് അതിനൊരു അവസരം ലഭിച്ചെന്ന് വരികയില്ല. But we may not receive opportunities to take up responsibilities every time. എന്നാൽ എത്ര വട്ടം നമ്മൾ അങ്ങനെ ആ അവസരം ഉപയോഗപ്പെടുത്തി എന്നുള്ളതിനെ നോക്കിയല്ല ദൈവപ്രസാദം ഇരിക്കുന്നത്. Now, God is not pleased when you have taken a lot of opportunities and have done well. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലെ കാര്യങ്ങൾ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾക്ക് അംഗീകാരം കിട്ടുന്നത്. Now, according to the world, people measure others by the way how they have performed. എങ്ങനെ നന്നായിട്ട് എത്ര വട്ടം പെർഫോം ചെയ്തു, how many times and in what way you have performed. അത് ലോകത്തിൻ്റെ ഒരു രീതിയാണ്. That is the yardstick of the world. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മുടെ മനസ്സൊരുക്കത്തിനെയാണ് ദൈവം നോക്കുന്നത്, അല്ലാതെ നമ്മുടെ പെർഫോമൻസിനെയല്ല. But God has a different way how to measure. He only looks at us in our readiness, whether we are ready and willing to take up. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കി ഇതിലെ സ്വസ്ഥതയോടെ ആയിരിക്കുക. So let us understand this and be in peace. ഇതേ കാര്യം തന്നെയാണ് മറ്റൊരു ചോദ്യമായിട്ടുള്ളത്. വാട്ട് ഈസ് ദ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ എ ചർച്ച് മെമ്പർ ക്യാൻ മേക്ക് ടുവേർഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്? So in the same context, there is the other question, what is the best way? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംഭാവന എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. What is the best contribution a member can make in the body of Christ? നമ്മൾ മറ്റൊരാളായിട്ട് പെരുമാറുകയല്ല, നമ്മളായിട്ട് തന്നെ ഇരിക്കുക. Not to put up a role of another person, but to be yourself. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോൾ ദൈവം നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാലും അത് ചെയ്യാനുള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ മനസ്സൊരുക്കമുള്ളവരായിരിക്കുക. ഇതാണ് ദൈവം ഒരു സഭയിൽ നിന്ന്, ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. And always be under a willing full attitude to be in the church. Always be ready to take up anything. And that is what God looks at. സഭയെ സംബന്ധിക്കുന്ന മറ്റൊരു ചോദ്യം, ക്രിറ്റിസിസം ഓൺ മെസ്സേജസ് ആൻഡ് മേക്കിംഗ് എ ഗ്രൂപ്പ് ഇൻ ദ ചർച്ച്. ക്യാൻ വി കൺസിഡർ സച്ച് എ പേഴ്സൺ ആസ് എ ഗോഡ്ലി പേഴ്സൺ ഹു ഈസ് സ്റ്റാൻഡിങ് ഇൻ പുൾപിറ്റ് ആൻഡ് പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്? എന്ന് വെച്ചാൽ എന്താ? അതായത് പുൾപിറ്റിൽ നിന്ന് ദൈവവചനമൊക്കെ പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും പിന്നീട് ആളുകളെ വിമർശിക്കുകയും സംഘം ചേർന്ന് മറ്റുള്ളവരെ പറഞ്ഞ കാര്യങ്ങളെ വിമർശിക്കുകയും ഒക്കെ ചെയ്താൽ അങ്ങനെ ഒരാൾ ഒരു ദൈവമനുഷ്യനാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്നാണെന്ന് വെച്ചു. ഓക്കെ, ആട്ടെ, നിങ്ങളങ്ങനെ കരുതുന്നുണ്ടോ? Do you think so? ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്ന് സഭയിലൊരു
ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞ സന്ദേശങ്ങളെയോ സാക്ഷ്യങ്ങളെയോ വിമർശിച്ചാൽ അത് തീർച്ചയായിട്ടും അതൊരു ഗോഡ്ലി ആയിട്ടുള്ള ഒരു കാര്യമല്ല. Now, if on the other hand, you go and try to find a fault with another brother or another person and have group of people together, then it is certainly not good in the church. പക്ഷേ ഈ എഴുതിയ ആളിനൊരു പ്രശ്നമുണ്ട്. Now, there is some problem with the person who has written. അങ്ങനെ ഒരാളിനെ അതായത് ദൈവസഭയിൽ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇദ്ദേഹം ആളുകളെ വിമർശിക്കുന്നവനും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവനും ഒക്കെ ആണെന്ന് എങ്ങനെ കണ്ടെത്തി ചോദ്യകർത്താവ്? Now, the person who has questioned it, how did he find out that this person is standing in the pulpit and giving a message and then later goes on to find others and form a group and then contradicts what he tells? പലതും നമ്മുടെ ഓരോ ധാരണകൾ നമ്മൾ ചിലതങ്ങ് ആരോപിക്കുക. ചിലത് many of it is our own thoughts and ideas. നിങ്ങളൊരു വഴിക്കൂടെ കടന്നു പോയപ്പോൾ എന്തോ ഒന്ന് പറഞ്ഞ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ചീള് നിങ്ങളുടെ ചെവിയിൽ വീണു. Might be that you have just passed by and something that you overheard, a part of a conversation that would have really evoked the thought. അതിൽ നിന്ന് ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സ് കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. And then you suddenly started working up your mind. ഇങ്ങനാണോ വേണ്ടത്? ഒരു കാര്യം കഴിഞ്ഞാൽ ഉടനെ അതിനെ വിമർശിച്ച് സംസാരിക്കുകയാണോ? Now, is this the way that has to be done, and is this the way how it has to be put up? കണ്ടോ, അത് പറഞ്ഞപ്പോൾ വേറെ ചിലരൂടെ അവിടെ നിൽക്കുന്നു, അവരെല്ലാം കൂടെ ഒന്നിച്ച് ചിരിക്കുന്നു. And then you see there are some together with him and they are all laughing. ഇങ്ങനെയാണോ വേണ്ടത്? ഇതാണോ ഒരു ദൈവസഭ? ഇതാണോ? Now, is this a real godly church, and is it how it has to be? പ്രിയപ്പെട്ടവർ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ എന്തോ ഒരു കാര്യം, നേരിയ ഒരു കാര്യം കേട്ടു, ബാക്കിയെല്ലാം നിങ്ങൾ അതിനെ തുടർന്ന് നിങ്ങൾ അങ്ങനെ അങ്ങ് അസ്യൂം ചെയ്തതാണ്. Now, what really happened was you would have only heard a part of a conversation and the balance is what you have cooked up and assumed it yourself. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം അത് ഭംഗിയായി പോകാനുള്ള ഒരു പ്രമാണം കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. Now, if this has to go well in the church, there is something that the Lord has told. നമ്മളും ദൈവസഭയിൽ ആ കാര്യം പലപ്പോഴും ഊന്നി പറയാറുണ്ട്. Now, many a time we tell this strongly in the church. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം പ്രാരംഭവാക്യങ്ങളാണത്. It is the first few verses of chapter 7 of Matthew Gospel. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. Do not judge or you too will be judged. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. For in the same way you judge others, you will be judged. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. And with the measure you use, it will be measured to you. പലതും നമ്മൾ ആളുകളെ അങ്ങ് വിധിച്ചു പോവുകയാണ്. Many a time we immediately start judging others. അതുകൊണ്ട് ഈ ചോദ്യം എഴുതിയ ആള് താൻ ഈ മറ്റൊരു ആളുകളെ വിധിച്ചാണോ ഇത് എഴുതിയതെന്ന് തന്നെ ചോദന ചെയ്യണം. So the one who has written it should examine and scan his heart and see whether he has written this out of a judgmental heart. രണ്ടാമത് പറഞ്ഞേക്കുന്നത് വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഫോർ സച്ച് എ പേഴ്സൺ, അതായത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ആളുകളെ വിമർശിക്കുന്ന ആളിന് നിങ്ങൾ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? So what is the advice you want to give to for such a person? തീർച്ചയായിട്ടും അത് നല്ല ഒരു കാര്യമല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവസഭയിൽ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന ആരും അങ്ങനെ ഒരു കാര്യം, ഒരു ഗ്രൂപ്പിസത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല. So it is already, as the questionnaire goes, it is not a good thing if such a thing really happens, but as I have pointed out earlier. അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചേക്കുന്നത് ആഫ്റ്റർ ജോയിനിങ് ദ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ദ ഗോഡ്ലി പേഴ്സൺ ഓൾസോ ഗോയിങ് എലോങ് വിത്ത് ദം, അതായത് രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു ദൈവഭക്തൻ ചേർന്നാൽ അതേ വഴിക്ക് പോകുന്നു, അങ്ങനെയുള്ളത് ശരിയാണോ? അതിന് അഡ്വൈസ് കൊടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. The second part of the question, whether it's just like a political group, whether people in a political group behaves in that pattern. അതായത് അത് വ്യക്തമല്ല. അതായത് ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത മൂന്നാമതൊരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും അവരോടൊപ്പം പോവുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് എന്താണ് ഉപദേശം നൽകേണ്ടത്? The third part of it is if a brother joins a political party and is interested in going that way, then what is the advice you want to give? ആ നിലയിൽ താല്പര്യമുള്ളവർ അങ്ങനെ പോകട്ടെ, അതല്ലല്ലോ നമ്മുടെ ഒരു പ്രശ്നം.
So if such a person wants to go that way, let him go. It is not നമുക്ക് our concern. മറ്റൊരു ചോദ്യം നോക്കാം. ഹൗ ടു ഹാവ് എ ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്? ഒരു സൗമ്യതയും താഴ്മയും ഉള്ള ഒരു ആത്മാവ് എങ്ങനെ ലഭിക്കും? വാട്ട് ഈസ് ദ അഡ്വൈസ് യു ഹാവ് ഫോർ ദ സിസ്റ്റേഴ്സ്? അതായത് താഴ്മയും സൗമ്യതയും ഉള്ള ഒരു ആത്മാവ് അത് എങ്ങനെ ലഭിക്കും? അതിന് സഹോദരിമാർക്ക് കൊടുക്കാവുന്ന ഉപദേശം എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. The question is that what advice you can give to the sisters who want to get a quiet and gentle spirit. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, കർത്താവ് താഴ്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാമല്ലോ. You know what the Lord has said about humility. കർത്താവ് പറഞ്ഞത് അത് തന്നിൽ നിന്ന് തന്നെ പഠിക്കാനാണ്. That Jesus said that we have to learn from him. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. 11:29. മത്തായി എഴുതിയ സുവിശേഷം 11:29. Matthew chapter 11 verse 29. Take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest to your souls. താഴ്മയും സൗമ്യതയും കർത്താവിൽ നിന്ന് തന്നെ പഠിക്കാനാണ് ഇവിടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. And Jesus has required us to learn from him gentleness and humility. പ്രത്യേകിച്ചും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ താഴ്മയുള്ള സൗമ്യതയുള്ള ഒരു ആത്മാവ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. Now sisters are looking whether they are really having this humble and quiet spirit. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലത് നമുക്ക് പറഞ്ഞുണ്ടാക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. Like I told earlier, there are some things that we cannot express in words as an answer to these questions. നമ്മൾ ആ വൃക്ഷം ഒന്നാമത് ആ നിലയിൽ മാറുക എന്നുള്ളതാണ് വേണ്ടത്. First of all, to be transformed into that tree. കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിനോട് നിർബന്ധപൂർവം ദൈവമേ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് പറയുക. So we have to go to the Lord and tell him, Lord, please transform me into a new creation. നിരന്തരം നമ്മെ തന്നെ വിധിക്കുക, മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക. Repeatedly judge yourself and do not judge others. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കും. So we will keep on getting light into our own self. ആ വെളിച്ചത്തിനനുസരിച്ച് നമ്മളെ തന്നെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് കഴിയും. And we can take necessary steps to find a solution in this regard. ഇതൊരു സഹോദരൻ പറയുന്ന പോലെ ഒരു എവറസ്റ്റ് കൂടുകൂടി കയറുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. Like a brother said that it is just like climbing Mount Everest. ആ കാര്യം മുന്നോട്ട് പോകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്കൊരു ആഗ്രഹവും അതിനായിട്ടൊരു വാഞ്ചയും അതിനായിട്ടൊരു സമർപ്പണവും ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ മുന്നോട്ട് നടത്തും. If we have a desire and an earnestness to climb and go ahead, then God will definitely help us. നമ്മളിവിടെ പിന്നെയും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെക്കുറിച്ചാണ്. Again, there is a question of how to bring up children. From your experience, what all are the things we need to take care of children? കുട്ടികളെക്കുറിച്ച് നമ്മൾ ബ്രദറിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പറയുന്നത്? അവരെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്നാണ് വീണ്ടും ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Now what is being asked is, according to your experience, what would you advise us as to how to bring up children? എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. I have 3 children. അതിലെ 2 കുട്ടികളും പ്രായപൂർത്തിയായി, അവർ ജോലിയായി, അവർ വിവാഹം കഴിഞ്ഞു, ഒക്കെ പോയി കഴിഞ്ഞു. 2 of them have already got job and have been married and they have left the house. ദൈവകൃപയാൽ അവർ ദൈവവഴിയിൽ നിൽക്കുന്നു. And by God's grace they are in the church. ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ, if you ask me how all this happened, ഇതൊക്കെ യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്നേ പറയാനുള്ളൂ. It was possible by God and it is a wonder to our sight. സത്യസന്ധമായിട്ടും എനിക്ക് പറയാൻ കഴിയുന്നത് എൻ്റെ എന്തെങ്കിലും ഒരു ഗുണം കൊണ്ട് കാര്യങ്ങൾ അങ്ങനെ ആ നിലയിലെ കുട്ടികൾ വന്നതല്ല. Not that I had some kind of qualification to bring my child up in that particular way. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം വീണ്ടും ഒന്നുകൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് തെറ്റുകൾ വന്നാലും നമ്മൾ കുട്ടികളുടെ മുമ്പിൽ അഭിനയിക്കാതെ നമ്മൾ സത്യസന്ധരായിട്ടിരുന്നാൽ മതി. Like it was pointed out earlier, that if ever there is some mistake on your part, don't put up a false image in front of your child. And കുട്ടികൾ മനസ്സിലാക്കട്ടെ, എൻ്റെ അപ്പൻ അദ്ദേഹം ഒരു പൂർണ്ണ മനുഷ്യനൊന്നും അല്ലായിരുന്നു, പക്ഷെ ഒരു സത്യസന്ധനായിരുന്നു. let the child understand that my father is not 100% man. He has his own problems, but he will never lie to me. അങ്ങനെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവഴിയിൽ വന്നുകൊള്ളും. And then God will automatically bring the children to his path. അല്ലാതെ എന്തെങ്കിലും എനിക്ക്
പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. I don't think I have to tell anything else on this. പിന്നെയും കുട്ടികളെ വളർത്തുന്ന ഇവിടെ ചെറുപ്പക്കാരായ ദമ്പതികൾ ധാരാളം ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെക്കുറിച്ച് പിന്നെയും പല ചോദ്യങ്ങളുണ്ട്. There are many questions on how to raise children, and I presume there are many married people with little children. ഇവിടെ മറ്റൊരു ചോദ്യത്തിൽ വേറെ അതിനൊരു ഭാഗമുണ്ട്. ഹൗ ടു ഡീൽ വിത്ത് ദ ടീനേജേഴ്സ് ആൻഡ് അഡോളസൻ ചിൽഡ്രൻ. കൗമാരപ്രായക്കാരായ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, ആ നിലയിലുള്ള അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. How to deal with adolescent children or teenagers, that is another question. തീർച്ചയായിട്ടും കൗമാരക്കാർക്ക് അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. Now teenagers have their own problems. ആ കാലഘട്ടത്തിൽ കുട്ടികൾ പൊതുവെ കുറച്ച് അവർ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നവരായിരിക്കും. Now teenagers would be always found asking many types of questions. കാരണം അവരുടെ ശാരീരികമായ നിലയിലും ഒക്കെയും ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുകയാണ്. Now in their body also they are being transformed from one phase to another phase. ഒരു ട്രാൻസിഷൻ പീരീഡാണ്. It is a transition period. ആ സമയത്ത് കുട്ടികൾ കുറച്ച് റിബല്യസ് ആവും, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാകും, പെട്ടെന്ന് മെരുങ്ങാത്തവരായിട്ട് തോന്നും. ഇതൊക്കെ അവിടെയുണ്ട്. At this time you can see that they will be quite rebellious and will be asking many kinds of questions, and they will be quite intimidative. ആ ഘട്ടത്തിൽ സത്യത്തിൽ ഒരു നല്ല സഭയ്ക്ക്, ആ സഭയിലെ ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അവരെ വളരെ സഹായിക്കാൻ കഴിയും. At that particular time in the church, if there is a person who has experience in this, can really help the teenagers. മാതാപിതാക്കൾക്ക് ചില പരിമിതികളുണ്ട്. Because the parents have certain kind of limitations and points till where they can speak to their children. എന്നാൽ ചെറുപ്പക്കാര്, യുവജനങ്ങൾ അങ്ങനെ അവരോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും അറിയാവുന്ന ആളുകളുടെ ചുമതലയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കുഞ്ഞുങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും. And if the problems can be solved by someone who has experience in the church, who knows how to tackle these situations, then it would be better. അവർക്ക് അവരുടേതായ സംശയങ്ങൾ ഉണ്ടാവും. Because they have their kinds of doubts. അവർ സ്കൂളുകളിൽ, കോളേജുകളിൽ അവരനുഭവിക്കുന്ന പ്രത്യേകമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. Because there will be specific kind of issues that they face in their colleges and higher grades of schools. ആ സമയത്ത് മാതാപിതാക്കളോട് അവർക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. Because at that particular age they will not be able to share those kind of things with their parents. ഒരിക്കൽ സാഗ്ബർ പറഞ്ഞ ഞാൻ ഓർക്കുന്നു. I remember one thing what Zach brother told. അദ്ദേഹത്തിന് 4 ആൺമക്കളാണുള്ളത്. He has 4 boy children. അവർ 4 പേരും ആ കൗമാരം കടന്ന് ഇങ്ങനെ യൗവനത്തിലേക്കൊക്കെ വന്ന സമയത്ത്, at the time when the 4 had just crossed their teens, അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സഭയിലുള്ള ആ നിലയിലുള്ള ചെറുപ്പക്കാരും ദൈവഭക്തിയിലെ മുൻപിൽ പോയ ആളുകളുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. Brother had pointed out that those who were of most help to the 4 children at that particular age in their life was some of the godly brothers in the church who had experience how to guide these youth and teenage children. ഞങ്ങൾ കോട്ടയത്ത് ഈ കാര്യം സംബന്ധിച്ച് ചെയ്യുന്ന സൺഡേ സ്കൂളിന് പല ക്ലാസ്സുകളുണ്ട്. In Kottayam we have for the Sunday school many different classes. എന്നാൽ സൺഡേ സ്കൂളിൻ്റെ ഒരു ഏജ് കഴിഞ്ഞ് കൗമാരക്കാർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ മാത്രം ഇരുന്ന് സംസാരിക്കാനായിട്ട് സൺഡേ സ്കൂൾ നടക്കുമ്പോൾ അതിനായിട്ട് വേറൊരു മേഖല മാറ്റിവെച്ചിട്ടുണ്ട്. Now for those who have crossed their teens and have done with all the Sunday school teachings, they have a particular section where they will be seated and will be considered as youth or teenage. അവരോട് ആൺകുട്ടികളോട് ചെറുപ്പക്കാരനായ ഏതെങ്കിലും ഒരു മുതിർന്ന ചെറുപ്പക്കാരനായ സഹോദരൻ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരുടെ സംശയങ്ങൾ കേൾക്കുകയും മറുപടി പറയുകയും ചെയ്യുന്ന അങ്ങനെ ഒരു ഗ്രൂപ്പ്. പെൺകുട്ടികൾക്ക് അവരുടേതായിട്ട് അല്പം കൂടെ മുതിർന്ന ആ നിലയിൽ ഒരു ദൈവഭക്തിയായ ഒരു സഹോദരി. ഇങ്ങനെ ഒരു ഇൻഫോർമലായ 2 സെഷൻസ് 2 ഭാഗത്തായിട്ട് ചിലപ്പോഴും നടത്താറുണ്ട്. Like this we have 2 sessions, one for the boys and one for the girls, where they are being conducted by
a little bit older brother and sister who is godly and who has experience in this regard. അവരുടെ ആ തലത്തിൽ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും തുറന്ന് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. So then they find a place and a forum where they can easily ask questions of their kind and get answers immediately. അതുപോലെ നമുക്ക് ഇവിടെ ചർച്ചിനൊരു ലൈബ്രറി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I do not know whether you have a library here in the church. ഞങ്ങളുടെ അവിടെയുള്ള ഞങ്ങളുടെ ചർച്ചിൻ്റെ ലൈബ്രറിയിൽ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് യൂത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രയോജനകരമായ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രയോജനമായ ക്രിസ്ത്യൻ നിലയിൽ കൗൺസിലേഴ്സും ഒക്കെ എഴുതിയിട്ടുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയുള്ള ചില ബുക്കുകൾ അവിടെ അവൈലബിൾ ആണ്. Now in Kottayam we have a library where there are various books that have been written by godly people as to counseling youngsters and teenagers about godly ways. ആ പുസ്തകങ്ങൾ എടുക്കാനും വായിക്കാനും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. And we encourage them to read these books quite often. നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടെ, യു സ്പോക്ക് അബൌട്ട് ഫോർഗീവിങ് എവരിബഡി. 10 മിനിറ്റ്. നമ്മൾ ആളുകളോട് ക്ഷമിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അത് വളരെ പ്രയാസമുള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പ്ലീസ് അഡ്വൈസ്. You spoke about forgiving everybody. I find it difficult to forgive others. Please advise me. ക്ഷമിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് അത് പ്രയാസമുള്ളതായിട്ട് എപ്പോഴും മനസ്സിലാകുന്നത്. Now if you strive to go and ask forgiveness, that is the time you understand that it is quite difficult. പ്രിയപ്പെട്ടവരെ, ക്ഷമയെക്കുറിച്ച് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു. Now the easiest part of asking forgiveness is what I've already done. അല്ല, ക്ഷമയെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താ? അതിനെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളത്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. Now the easiest part of forgiveness is the message that I have given on how to forgive, that I've already told you. എന്നാൽ അത് കേട്ടിട്ട് ക്ഷമിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് അതിൻ്റെ പ്രയാസം നമ്മൾ മനസ്സിലാകുന്നത്. But after hearing these words, the second part, when we go to really ask forgiveness, that is where we find it hard. ഇവിടെ എന്തെങ്കിലും ഒരു പ്രായോഗികമായ ഒരു നിർദ്ദേശം നൽകാനായിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. I believe the question implies on whether there is any practical method by which you can advise us as to how to comprehend this situation. കർത്താവായ യേശു ക്രിസ്തുവിൽ നോക്കിയാൽ ഞാൻ അതിൽ നിന്ന് ഒരു മാതൃക ഞാൻ എൻ്റേതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. Now I have found an example in Jesus Christ when I look into these kind of problems in my life. യേശു കർത്താവ് ആളുകളോട് ക്ഷമിക്കുകയും അവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്ത ഒരു രംഗം നമ്മൾ കാൽവറി ക്രൂശിൽ കാണുന്നുണ്ടല്ലോ. Now we see in the Calvary's cross when Jesus asked his Father to forgive the others for they know not what they are doing. തന്നെ ക്രൂശിച്ച ആളുകളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. Now for the people who had put him on the cross, Jesus asked his Father, Father, please forgive them. അങ്ങനെ മാത്രമാണോ പറഞ്ഞത്? Is it all that he said? ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഇവരോട് ക്ഷമിക്കുന്നു, നീയും അവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമല്ല പറഞ്ഞത്. മറിച്ച് കർത്താവ് അതിൻ്റെ കൂടെ ഒരു ചെറിയ കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. Not that I have forgiven them and that you also forgive them, but he also added something along with that. അത് ഇങ്ങനെയാണ്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണേ. The way in which Jesus told was, Father, please forgive them for they know not what they are doing. അതൊരു നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. That I think many a time is very good. നമുക്ക് പലപ്പോഴും ആളുകളോട് ക്ഷമിക്കാൻ ഒക്കാത്തത് എന്താ? What is the reason behind why we cannot forgive others at many a time? ആ സഹോദരൻ അതെന്നോട് അങ്ങനെ ചെയ്തു, ഇതെല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പരത്തിയല്ലോ. ഇതാണ് നമ്മുടെ പ്രശ്നം. Now, after knowing everything that brother, he told all these wrong things about me, this is the problem. എന്നാൽ കർത്താവ് അതിന് കൊടുത്ത ഒരു അലവൻസ് കണ്ടോ? പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല,
But what allowance Jesus had given to that is, Father, they did not know what they are doing. അവർ സത്യത്തെ അറിഞ്ഞായിരുന്നില്ലേ? അറിയാതായിരുന്നു ഇതെല്ലാം ചെയ്തത്. Now they did not do with all knowing about it, but without knowing it. അവർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. നിരപരാധിയായ ഒരുത്തനെ പിടിച്ച് 2 കൈയും പിടിച്ചു വെച്ച് ആണി അടിച്ചതും ആണി അടിച്ചതും മുൾമുടി അണിയിച്ചതും ഒക്കെ അറിയാതാണോ? Now outwardly they knew everything, that they are putting Jesus on the cross and they nailed him and crucified him, everything. നമ്മളെ ചിലപ്പോൾ ആക്ഷേപിക്കുകയും നമ്മളെക്കുറിച്ച് തെറ്റായിട്ട് വാർത്തകൾ പരത്തുകയും ഒക്കെ ചെയ്ത ആളുകളെ നോക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം, എടാ ഇത് ഇവർ അറിയാതൊന്നും ചെയ്തതൊന്നുമല്ല, ഇത്രയും നാൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ഇതാണ് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ ഒക്കുന്നത്. Now when we see that others have continuously harassed us and put us in this kind of corner or position, then we will also think, oh, it is not that they do not know that they have done this to me and crucified me or put in a shameful condition. എന്നാൽ പ്രിയപ്പെട്ടവർ, കർത്താവ് അവരെക്കുറിച്ച് പറയുന്നത് അവർ വേണ്ടതുപോലെ അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് വേണ്ടതുപോലെ അവരറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല. Now what Jesus said meant by that was, if they had really known what they are doing, then they would never have ended up doing it. അതായത് കർത്താവ് പറയുന്നത് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എല്ലാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് കർത്താവ് അവർക്കൊരു അലവൻസ് കൊടുക്കുക ചെയ്തു. And Jesus gives them an allowance here that if they would have inner meaning of what they are actually doing, then they wouldn't have done it. പൗലോസും അത് പറയുന്നുണ്ടല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. And Apostle Paul says in 1 Corinthians chapter 2 verse 8, none of the rulers of this age understood it, for if they had, they would not have crucified the Lord of glory. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ആ കാര്യത്തിൻ്റെ ഗുരുത്വം, അതിൻ്റെ ഗൗരവം അവരറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറിയത്. Means they did not know the gravity of the crime that they are performing when they crucified the Lord of glory, and if they had known, they wouldn't have gone for it. അപ്പോൾ ആ കർത്താവ് അവർക്കൊരു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുക ചെയ്യുന്നത്. അവർക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൂടായിരിക്കും, അവർ വേണ്ടതുപോലെ മനസ്സിലാക്കി കാണുകയില്ല. കർത്താവേ, അവർ അറിഞ്ഞില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണേ. So Jesus himself gives an allowance of a benefit of doubt to these people, that probably they wouldn't have known inwardly what they are doing. നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ കഥകൾ പറഞ്ഞ് പരത്തിയവർ, അവർ സത്യം പറഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് വേണ്ട പോലെ അറിഞ്ഞുകൂടായിരുന്നു. കൊച്ചുകുട്ടിയെ പോലെ അവരങ്ങ് പെരുമാറിപ്പോയി. പാവം സാധുക്കൾ, അവരോട് എന്തിനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എന്നുള്ള നിലയിൽ നമുക്ക് അവർക്കൊരു ആ നിലയിൽ ഒരു കൺസെഷൻ കൊടുത്തുകൂടെ? Now can't we also give a concession like this to the people who have spread false stories about us, that they also did not really know exactly what they are telling, and like little children they have gone ahead and done it. ആ നിലയിൽ അവരെ ഒരു സൗമനസ്യത്തോടെ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് അവരോട് താരതമ്യേന ക്ഷമിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. And if we look at them with this good intention, then we can definitely forgive them completely from our heart. ഇവിടെ മറ്റൊരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. One more question and then we can wind up. ഇവിടെ ഞാൻ മിക്കപ്പോഴും വീണു പോകുന്നു. I sometimes keep falling. സാഗ്ബേറൊക്കെ വന്ന് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ എനിക്ക് വളരെ ഉത്സാഹമുണ്ട്. When Brother Zach comes here and when there is a meeting, then there is great encouragement. കോൺഫറൻസ് ഒക്കെ ഉള്ളപ്പോൾ ഒരു ഉത്സാഹമുണ്ട്. And in the conference time also there is great encouragement. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെയും എൻ്റെ കഥ പഴയതുപോലെ തന്നെ ആകുന്നു. And then after all that, then the story is back to square one. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പറയാനുള്ളത്? Now what do we have to tell about this, dear? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരം ഒരു അപ്പ് ആൻഡ് ഡൗൺ എക്സ്പീരിയൻസ് നമ്മൾ കാണുന്നു. In our Christian life, we continuously find that we have a up and down graph. കോൺഫറൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവഭക്തനായ മനുഷ്യൻ വന്ന് പ്രസംഗിക്കുമ്പോൾ അന്നേരമൊക്കെ നമ്മൾ വളരെ ചലഞ്ചഡ് ആവുന്നു. When a conference takes place or when a godly man comes and speaks, that time we are definitely challenged. എന്നാൽ അന്നേരം കിട്ടിയ ഒരു ഉത്സാഹം നമുക്ക് നിലനിർത്താനായിട്ട് പലപ്പോഴും കഴിയാതെ പോകുന്നു.
Many a time we cannot sustain this continuously in our lives. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? Why is it happening like this? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലോകമെന്ന് പറയുന്നത് ഒരു ദൈവഭക്തനായ മനുഷ്യനെ ദൈവഭക്തിയുടെ വഴിയിൽ നടത്താതെ അവനെ നിരന്തരം തൻ്റെ പഴയ വഴിയിലേക്ക് വലിച്ചു താഴ്ത്താനായിട്ടാണ് ഈ ലോകവും അതിൻ്റെ സംവിധാനവുമായിരിക്കുന്നത്. Now the world and its schemes are always trying to pull down a godly man to live a godly life and to have a testimony in this world. പാപത്തിൻ്റെ മേലൊരു ജയം ഒരു സമയത്തുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. നമുക്കുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. At one time we feel that we have overcome sin. നമ്മുടെ ആത്മീയതയുടെ ഗ്രാഫ് ആ സമയത്ത് ഉയർന്നിരിക്കുന്നു. At that time the spiritual graph has grown up. എന്നാൽ കോൺഫറൻസ് കഴിയുമ്പോൾ ആ ഗ്രാഫ് കുത്തനെ താഴേക്ക് പോകുന്ന പോലെ. And then after the conference this drastically slides down. അടുത്ത അതുപോലെ ഒരു പ്രത്യേക മീറ്റിങ്ങിൻ്റെ സമയത്ത് ഗ്രാഫ് വീണ്ടും ഉയരുന്നു. And the next meeting the same time the graph goes up. അപ്പോൾ ഈ നിലയിലൊരു അപ്പ് ആൻഡ് ഡൗൺ എക്സ്പീരിയൻസ്. And like this we see a wave kind of up and down experience. ആ കാര്യം നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ ഒരു നല്ല കാര്യമാണ്. And the thing that you are uncomfortable for with this kind of experience is itself in itself a good thing. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു രോഗത്തിൻ്റെ അതിനെ ഒന്ന് ഡയഗ്നൈസ് ചെയ്യുന്നത് അത് രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിൻ്റെ ആദ്യ പടിയാണ്. Now, as I told you earlier that finding the cause of the disease and identifying it is the first step of cure. ഈ അപ്പ് ആൻഡ് ഡൗൺ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തിരിച്ചറിയുക. Now, to recognize that you have an up and down experience in life. അത് ശരിയല്ല, അതിൽ തൃപ്തിപ്പെടാതിരിക്കുക. Don't be content with it, and that is not good. അതിൽ തൃപ്തിപ്പെടാതെ നിരന്തരം ദൈവമേ ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഒരു നിരന്തരം ഒരു വിജയകരമായ ജീവിതം വേണം എന്നുള്ള ഒരു നിലവിളി നമ്മിൽ നിന്നുണ്ടാകട്ടെ. Let there be a stand in our life that continuously, oh Lord, I want to have a steady graph of Christian life that I have to live. പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ഒരു നിറവിൽ ജീവിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനായിട്ടൊരു വാഞ്ച നമ്മിൽ നിന്നുണ്ടാകട്ടെ. Let there be a thirst in our heart and a cry to the Lord that, Lord, fill me with the Holy Spirit that I will be found in you more and more. അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥ കൊണ്ട് നിരന്തരം നമ്മളെ കൊണ്ട് തന്നെ മടുത്തു പോകുന്ന ഒരു രംഗത്ത് ദൈവം നമ്മിൽ ഒരു അത്ഭുതം ചെയ്യും. Then God will do a miracle in our lives as we go like this. Then we will get fed up one day and God will change everything for us. ദൈവം നമ്മളെ ഒരു വിജയകരമായ ജീവിതത്തിൽ മുന്നോട്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. God really intends and desires that He wants us to come to a godly life. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ സാധാരണ ജീവിതത്തിൽ നമുക്കൊരു തൃപ്തിയില്ലാത്ത, അതിനെക്കുറിച്ചൊരു അസംതൃപ്തിയും അങ്ങനെയല്ല കാര്യങ്ങൾ വേണ്ടത് എന്നൊരു തിരിച്ചറിവും അതിൻ്റെ ഒരു തുടക്കമായിട്ട് കാണുക. So look at it as this, that it is a continuation of this desire that God has, that you are discontent with the kind of Christian life that you are leading. അപ്പോൾ അതിനെ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു നിരാശയ്ക്ക് കാര്യമില്ല. So then there will be no room for hopelessness. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ആ കാര്യം ചെയ്തുകൊള്ളും. And today or tomorrow God will accomplish it in our lives. നിരന്തരം ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക. So seek the face of the Lord every time. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് വാഞ്ചിക്കുക. And thirst for the fullness of the Holy Spirit. നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള ഒരു വാക്യമുണ്ടല്ലോ. There is a verse that we many a time read. നമ്മൾ കാണുന്നത് നമ്മിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. That God has started a good work in us. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. Philippians chapter 1 verse 4. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. That he who began a good work in you will carry it on to completion until the day of Christ Jesus. പ്രിയപ്പെട്ട ദൈവം നമ്മിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു, അവിടുന്ന് അത് പൂർത്തീകരിക്കും. നമ്മളെ വിജയകരമായ ഒരു ജീവിതത്തിലേക്ക് ദൈവം നടത്തും. God will, one who has started will complete it successfully in our lives and He will make us an overcomer. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. May the Lord help us all.